നല്ലൊരു ഭാവി ജീവിതം മുന്നിൽ കണ്ട് നല്ലൊരു ഡോക്ടറായി പഠിച്ചിറങ്ങുവാൻ വേണ്ടി ആഗ്രഹിച്ച് പടി കയറിയ കുട്ടികൾ 5 കുട്ടികളാണ് ഇപ്പോൾ ആ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ നിരന്ന് കിടക്കുന്നത്. അവരെ പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. അവരുടെ മാതാപിതാക്കളുടെ ദുഃഖം അതൊരു നാടിൻ്റെ ദുഃഖം തന്നെയാണ്. എങ്കിലും അവരുടെ കുടുംബാംഗങ്ങളുടെ മാതാപിതാക്കളുടെ ദുഃഖം നമുക്കാർക്കും ഊഹിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ്. അവരുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ഒരു നിമിഷത്തെ അശ്രദ്ധയോ അല്ലെങ്കിൽ പലവിധ കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒരു അപകടം. അതിൽ ഓരോ കുടുംബങ്ങളുടെയും പ്രതീക്ഷകളാണ് അറ്റുപോയിരിക്കുന്നത്. അവരുടെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 5 ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഭൗതിക ശരീരത്തോടൊപ്പം കുട്ടികളുടെ മൃതദേഹത്തോടൊപ്പം ഇവിടെ ഉണ്ട്. ഒപ്പം മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദും ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ട്. 1.5 മാസം മുമ്പ് വളരെ പ്രതീക്ഷയോടെ പഠിക്കാനായി രക്ഷകർത്താക്കൾ പറഞ്ഞയച്ച മക്കളാണ്. അവർക്ക് ഇങ്ങനെയൊരു വിടവാങ്ങൽ, അത് ഇങ്ങനെയൊരു യാത്രയപ്പോൾ അത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുന്നു എന്നുള്ളതാണ്. പല രക്ഷകർത്താക്കളും എത്തിയിട്ടും അവരുടെ മാതാപിതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അവരുടെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 5 വിദ്യാർത്ഥികൾ അവർക്കാണ് ഇത്തരമൊരു യാത്രയയപ്പിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സഹപാഠികളായ വിദ്യാർത്ഥികൾ അവരെ ഒരു നോക്ക് കണ്ട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ടി.ഡി. മെഡിക്കൽ കോളേജ് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു യാത്രയപ്പ് ഒരിക്കൽ പോലും ടി.ഡി. മെഡിക്കൽ കോളേജ് കണ്ടിട്ടുണ്ടാവില്ല. ടി.ഡിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊരു ഇത്രയധികം വിദ്യാർത്ഥികൾക്ക്, സുഹൃത്തുക്കളായ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക്, അവർക്ക് ഇങ്ങനെ ഇത്രയധികം കുട്ടികൾ ഒരുമിച്ച് യാത്ര പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഓരോ വീടിൻ്റെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറി എത്തിയ മക്കളാണ്. അവരാണ് ഇങ്ങനെ ഒരു യാത്ര മൊഴി നൽകി ഇവിടെ നിന്ന് പോകേണ്ടി വന്നത്. ഇന്നലെയും ഈ ക്യാമ്പസിൽ പഠിച്ച് നടന്ന വിദ്യാർത്ഥികൾ, ഈ വരാന്തകളിലൂടെ നടന്നു നീങ്ങിയവർ, അവർ ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി നിശ്ചലമായി ഈ ക്യാമ്പസിൽ കിടക്കുന്ന കാഴ്ച അത് ഹൃദയഭേദകം എന്ന് തന്നെ നമുക്ക് പറയാം.